സമയം ഇപ്പോ 1 മണിയായിട്ടുണ്ട്. 1 മണിയായിട്ട് ഞങ്ങളിപ്പോ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് പൂക്കളം കാണാൻ പറ്റും, പൂക്കളം ഡിസൈനിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും ഓണാഘോഷം ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാഘോഷം, ഓണാശംസകൾ. ഒന്നുകൂടി പറഞ്ഞു, ഓണാശംസകൾ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് വളരെ അക്ഷരസ്ഫുടതയോടുകൂടി വളരെ 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 അക്ഷരസ്ഫുടതയോടുകൂടി മലയാളത്തിൽ വർത്താനം പറയുന്ന മലയാളി മങ്കയായ ഒരു കുട്ടിയാണ്. ഓണാശംസകൾ. അടുത്തത് ഞങ്ങൾ ബഹ്റിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു സാധനമാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? പണി ഇപ്പൊ എന്താ പണി കാണിച്ചത്? ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നതാണ് ഈ പയർ നന്നാക്കലാണ്. പയർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അങ്ങനെ പതുക്കെ 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 ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. അടുത്തത് ഈ വീട്ടിലെ കുടുംബിനിയില്ല, അങ്ങനെ എഴുതാൻ പറഞ്ഞു. കുടുംബിനിയാണ്, ഓവറാക്കരുത് കേട്ടോ. കുടുംബിനിയാണ്. അടുത്തത് ഇത്രയും നേരം ഭർത്താവിന്റെ അടുത്ത് വർത്താനം പറഞ്ഞ് വളരെ ഒരു പണിയെടുക്കാണ്ട് പിന്നാലുള്ള ഒരാളാണ്. ആളുടെ ഈ ഓണാശംസകളാണ് മലയാളത്തിൽ പറഞ്ഞത്. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് പറയാൻ പോണ്. ആള് ഇത് ഇരിക്കണ നോക്കണ്ട, ആള് ഇതിന്റെ അപ്പുറം പറഞ്ഞു ഹാപ്പി ഓണം. വേറെ പാട്ട് പാടി ശരിയാവില്ല. ഇല്ല, പാട്ട് ശരിയാവില്ല. സ്വന്തമായിട്ട് പാടിയതാണോ? അപ്പോ ഹാപ്പി ഓണം. ഇനി എല്ലാവരും കൂടി ഒരുമിച്ച് പറയാം ഹാപ്പി ഓണം.